ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തരിമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. മെതിക്കളത്തിൻ്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തലമുറ തലമുറയായി ആദ്യത്തെ തരിമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ച ഈ സകല കൽപ്പനകളിലും യാതൊന്നെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ച നാൾ മുതൽ തലമുറ തലമുറയായി യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നെങ്കിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റി ചെയ്താൽ, അറിയാതെ കണ്ട് അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗത്തോടും പാനീയയാഗത്തോടും കൂടി യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സകല സഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കപ്പെടും. അത് അബദ്ധവശാൽ സംഭവിക്കുകയും അവർ തങ്ങളുടെ അബദ്ധത്തിനായിട്ട് യഹോവയോട് ദഹനയാഗത്തിനായി തങ്ങളുടെ വഴിപാടും പാപയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ സകല സഭയോടും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിയോടും ക്ഷമിക്കപ്പെടും. തെറ്റ് സർവ്വജനത്തിനുമുള്ളതായിരിക്കുന്നുവല്ലോ. ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്ക് വേണ്ടി പാപയാഗത്തിനായി ഒരു വയസ്സ് പ്രായമുള്ള പെൺകോലാട്ടിനെ അർപ്പിക്കണം. അബദ്ധവശാൽ പാപം ചെയ്തവന് പാപപരിഹാരം വരുത്തുവാൻ പുരോഹിതൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അബദ്ധവശാൽ പാപം ചെയ്യുന്നവൻ സ്വദേശിയോ വന്നു പാർക്കുന്ന പരദേശിയോ ആയാലും പ്രമാണം ഒന്ന് തന്നെ ആയിരിക്കണം. 18-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്നും ഈ കൽപ്പന പുതിയ തലമുറയ്ക്കുള്ളതാണ്, മരുഭൂമിയിൽ ഒടുങ്ങുവാൻ പോകുന്നവർക്കുള്ളതല്ല എന്ന കാര്യം വ്യക്തം. അപ്പോൾ ദൈവം മോശയിലൂടെ 20 വയസ്സിൽ താഴെയുള്ള ജനത്തോട് സംസാരിക്കുന്നു. അവരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് എത്തും. അവിടെ എത്തുമ്പോൾ നിങ്ങൾ കൃഷി ചെയ്യും. കൃഷിയുടെ ഫലമായി നിങ്ങൾ കൊയ്ത്ത് ഉണ്ടാകും. ആ കൊയ്തെടുക്കുന്ന ധാന്യം നിങ്ങൾ പൊടിച്ച് മാവാക്കും. അങ്ങനെ ആദ്യം കിട്ടുന്ന ആ മാവ് കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ഈ ഉദർച്ചാർപ്പണം എന്ന വാക്ക് മനസ്സിലാകാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലല്ലോ. ഇത് ഇംഗ്ലീഷിൽ നോക്കിയാൽ ഹീവ് ഓഫറിങ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ച ഭക്ഷണം, അല്ലെങ്കിൽ ഈ ഒരു വടയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തരിമാവ് കൊണ്ടുള്ള ഒരു വട. ആ വട അതൊരാളെടുത്ത് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു. അതിനാണ് ഉദർച്ചാർപ്പണം അല്ലെങ്കിൽ നീരാജനം ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അത് ഒരു കറ്റയെടുത്ത് നീരാജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കറ്റ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവസന്നിധിയിൽ അതിങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഈ കാര്യം ഇതിനു മുമ്പ് ചെയ്യുന്നതായിട്ട് 20-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. മെതിക്കളത്തിൻ്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. അപ്പോൾ മെതിക്കളം, അതായത് കൃഷി ചെയ്ത് ധാന്യം മെതിക്കാൻ കൊണ്ടുവന്ന ആ കളത്തിൽ ഒരുപക്ഷെ കറ്റയായിരിക്കും അവിടെ ഇങ്ങനെ ഉദർച്ചാർപ്പണം ചെയ്യുന്നത്, അല്ലെങ്കിൽ കറ്റയിൽ നിന്ന് എടുത്ത ധാന്യം ഉദർച്ചാർപ്പണം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ അതിങ്ങനെ ഉയർത്തുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം, കൃഷിസ്ഥലം തന്നത് ദൈവം. ഇവർ മിസ്രൈമിൽ അടിമകളായി കിടന്നവരാണ്. അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം ദൈവം കൊടുത്തു. കൃഷി ചെയ്യാനുള്ള സാഹചര്യവും കാലാവസ്ഥയും കൊടുത്തു, വിത്ത് കൊടുത്തു. അവർ ചെയ്ത കൃഷിയെ ദൈവം അനുഗ്രഹിച്ചു. അവർക്കത് കൊയ്യാനിടയായി. നമുക്കറിയാമല്ലോ, കൃഷി ചെയ്തു എന്നതുകൊണ്ട് കൊയ്യണമെന്ന്
നിർബന്ധമില്ല, കൃഷി നശിച്ചു പോകാം. എന്നാൽ ദൈവം അവർക്ക് കൊയ്ത്ത് വരെ അവരുടെ കൃഷിയെ സൂക്ഷിച്ചു. അവർ കൊയ്തു മെതിച്ചു ധാന്യമുണ്ടായി. ആ ധാന്യം കൊണ്ട് അവർ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, വടയുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കൃഷിയെയും കൃഷിസ്ഥലത്തെയും കൊയ്ത്തിനെയും ദൈവം അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യാനുള്ള ആരോഗ്യം മനുഷ്യർക്ക് ദൈവം നൽകി. അന്ന് കൃഷി ചെയ്യാൻ ട്രാക്ടറില്ല, കാളയേ ഉള്ളൂ. അപ്പോൾ ദൈവം അവർക്ക് ആടുമാടുകളെ നൽകി. അപ്പോൾ ദൈവം അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് വേണം ആ ആദ്യ ഭക്ഷണം കഴിക്കാൻ. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. എന്തൊരു നല്ല മാതൃകയാണല്ലേ. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പലപ്പോഴും അതൊരു ചടങ്ങ് മാത്രമാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആയിരങ്ങൾ ഈ ലോകത്ത് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഭക്ഷണമുള്ള അനേകർ അത് കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ട്. അവർക്ക് ഒന്നുകിൽ വിശപ്പില്ല, അല്ലെങ്കിൽ അവർ രോഗികളാണ്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നന്ദി പറയണം. ദൈവം ഇവിടെ ഒരു പ്രിൻസിപ്പിളായിട്ടാണ് വയ്ക്കുന്നത്. നിങ്ങൾ ആദ്യം കൊയ്ത് കൊണ്ടുവരുന്ന ആ ധാന്യത്തിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയണം. ഇത് ഭക്ഷണകാര്യത്തിൽ മാത്രമല്ല, ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ കരുതുന്നത് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ്. അയ്യോ, അല്ല. അവർക്ക് ജോലി ചെയ്യാനുള്ള കഴിവും ആരോഗ്യമുണ്ട്. പക്ഷേ അതില്ലാതാകാൻ ഒരു സെക്കൻഡ് വേണ്ട. ദൈവമാണ് ജോലി ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും ആരോഗ്യവും അവർക്ക് നൽകിയത്. അതുപയോഗിച്ച് ജോലി ചെയ്ത് അതിൽ നിന്നും പ്രതിഫലം കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ഒരാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് പഴയ തലമുറയിലുള്ള ആളുകൾ, അവർക്ക് ബാങ്കിലല്ല ശമ്പളം കിട്ടിയിരുന്നത്. അവരുടെ ശമ്പളം ഒരു കവറിൽ പണമായിട്ടാണ് കിട്ടിയിരുന്നത്. ആ കവറിൽ നിന്നും അവർ ആദ്യം എടുക്കുന്ന പണം ദൈവത്തിന് കൊടുക്കാനുള്ളതായിരിക്കും. അങ്ങനെയൊരു പ്രാക്ടീസ് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പണമെല്ലാം ബാങ്കിലാണല്ലോ. എന്നാലും ആ പ്രാക്ടീസ് നമുക്ക് തുടരാൻ സാധിക്കും. എനിക്ക് പരിചയമുള്ള ഒരാൾ ബാങ്കിൽ നിന്നും ചെക്ക് ബുക്ക് കിട്ടിയാൽ ആദ്യം എഴുതുന്ന ചെക്ക് ദൈവദാസന്മാർക്കോ ദൈവവേലയ്ക്കോ കൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കും എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ മനോഭാവം, ദൈവത്തിന് നന്ദി പറയാനുള്ള മനോഭാവം, അത് പ്രശംസനീയമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം തൻ്റെ മക്കളോട്, ഇസ്രായേൽ മക്കളോട് അത് ചെയ്യാൻ പറഞ്ഞത്. ഇതേ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.